ടാങ്കർ ലോറി ഉടമകൾ നടത്തുന്ന പണിമുടക്കിനെ തുടർന്ന് മലബാർ മേഖലയിലെ ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന് 300ഓളം പമ്പുകൾ ഒരാഴ്ചയായി അടഞ്ഞുകിടക്കുകയാണ്. ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മറ്റുള്ളവരും ഒരു ദിവസത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചതോടെ തിങ്കളാഴ്ച വൈകിട്ടോടെ തന്നെ പമ്പുകൾ കാലിയായി. സമരത്തിലില്ലാത്ത കോഴിക്കോട് പാവമണി റോഡിലെ സിവിൽ സപ്ലൈസ് വകുപ്പിന് കീഴിലുള്ള പമ്പിന് മുന്നിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. KSRTC ബസ്സുകളടക്കം നൂറുകണക്കിന് വാഹനങ്ങൾ ഇന്ധനം നിറക്കാനെത്തിയത് ഗതാഗത കുരുക്കിന് ഇടയാക്കി. തിരക്ക് മുന്നിൽ കണ്ട് പമ്പ് അധികൃതർ കൂടുതൽ ഇന്ധനം സ്റ്റോക്ക് ചെയ്തിരുന്നു. ഇന്നലെ 24,000 ലിറ്റർ ഡീസലും 8,000 ലിറ്റർ പെട്രോളും ഇറക്കി. ഇന്നലെ തന്നെ കുറച്ച് കൂടുതലായിട്ട് വൈകിട്ട് കൂട്ടാൻ കുറച്ച് പ്രയാസപ്പെട്ട്. പിന്നെ ഇന്നിപ്പോൾ 10,000 ലിറ്റർ പെട്രോളും 14 ലിറ്റർ ഡീസലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 2 മണിയാകുമ്പോഴത്തേക്ക് വരും. അപ്പോൾ ഇന്ന് മുഴുവനും കൊടുക്കാനുള്ള സാധനം ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക്. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിലെ കാസർഗോഡ്, കോഴിക്കോട് ഡിപ്പോകളിലെ 70 കരാർ ടാങ്കർ ലോറി ഉടമകൾ സെപ്റ്റംബർ 1 മുതൽ വേതന വർധന ആവശ്യപ്പെട്ട് പണിമുടക്കിലാണ്. KSRTC താമരശ്ശേരി, സുൽത്താൻ ബത്തേരി ഡിപ്പോകളിലെ പമ്പുകളിലും HP ആണ് ഇന്ധനം നൽകുന്നത്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം അധികൃതരും ടാങ്കർ ഉടമകളും ഇതിനകം നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. മീഡിയ 1 കോഴിക്കോട്.